വേദന വന്നു. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വന്നു. എക്സ്പീരിയൻസ് ആഫ്റ്റർ C-സെക്ഷൻ ഡെലിവറി ഇവരൊക്കെ കഴിഞ്ഞു. എന്നെ ICUലോട്ട് ഒബ്സർവേഷനിൽ കൊണ്ടുവന്നു. 24 hours ഒബ്സർവേഷൻ ആണ്. പക്ഷെ എന്നെ 24 hours ഒന്നും കിടത്തിയില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ എന്നെ റൂമിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നൈറ്റ് ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് നന്നായിട്ടൊന്ന് സ്വസ്ഥമായിട്ട് സ്ട്രെസ്സൊക്കെ കളഞ്ഞ് ഞാൻ ഉറങ്ങിയ ഒരു ദിവസമാണ് അന്നത്തെ ദിവസം. കാരണം നമുക്ക് അനസ്തേഷ്യ വന്നുകൊണ്ട് തന്നെ പെയിൻ കാണത്തില്ല. ഇവിടെ നിങ്ങോട്ട് നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല കുറേ നേരത്തേക്ക്. അപ്പോൾ ആ സമയത്ത് ഞാൻ നന്നായിട്ട് ഉറങ്ങി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബേബിക്ക് ഫീഡ് ചെയ്യാനായിട്ട് നേഴ്സുമാർ വരും. അപ്പം അവർ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഫീഡ് ചെയ്യാനൊക്കെ. നമുക്ക് അറിയത്തില്ലല്ലോ കാരണം ആ സമയത്ത്. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസമാണ് നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകാനായിട്ട് എഴുന്നേക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വാക്ക് ആഫ്റ്റർ C-സെക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല എങ്ങനെയാണെന്ന്. ഭയങ്കര വേദന ആയിരിക്കും. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കൺസേൺഡ് ആയിരുന്നു എന്ന് വെച്ചാൽ കുറച്ച് കൺസേൺഡ് ആയിരുന്നു. പക്ഷേ ഞാൻ ബേബീനെ കിട്ടേണ്ട ഒരു ഹാപ്പിനെസ്സിൽ ഞാൻ ഒരുപാട് അതിനെക്കുറിച്ചും ചിന്തിച്ചില്ല. അടുത്ത ദിവസം രാവിലെ അപ്പോൾ ഒരു ബേബീനെ കൊണ്ട് എന്നെ ഫീഡ് ചെയ്യാൻ ആദ്യമായിട്ട് കയ്യിൽ ഫീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ തന്നപ്പോഴാണ് എനിക്ക് വയറിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുത്തുന്ന കണക്ക് വേദന വന്നു. ഇങ്ങനെ കുത്തുന്ന കണക്കുള്ള വേദന, ഒരു സൂചി കൊണ്ട് ഇങ്ങനെ കുത്തത്തില്ല, അതേപോലൊരു വേദന വന്നു. അപ്പം എനിക്ക് കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഉടനെ തന്നെ എന്നെ തന്ന നേഴ്സിനെ തിരിച്ച് വിളിച്ചിട്ട് കുഞ്ഞിനെ കൈ കൊടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് വയറ് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പൊസിഷൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കും അതങ്ങ് മാറി. അത് കഴിഞ്ഞിട്ടാണ് ടോയ്ലറ്റിൽ പോകുന്ന പ്രൊസീജിയർ. അപ്പം നമ്മൾ താഴോട്ട് എഴുന്നേക്കണമല്ലോ. അങ്ങനെ എഴുന്നേക്കാനായിട്ട് ഇങ്ങനെ പേടിച്ചൊക്കെയാണ് എഴുന്നേറ്റത്. അപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു എനിക്ക്. അതായത് വേദന ഒട്ടുമില്ലായിരുന്നില്ല, വേദന ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാവുന്ന വേദനയാണ്. ഞാൻ നടന്നു ടോയ്ലറ്റിൽ പോയി. ഇനി ടോയ്ലറ്റിൽ ഇരിക്കാനൊക്കെ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അതൊക്കെ അപ്പോൾ ഞാൻ വിളിച്ചു ഇത്രയേ ഉള്ളല്ലേ C-സെക്ഷൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയാണ്. അങ്ങനെ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദനയൊന്നും അല്ല എന്നൊരു മൈൻഡിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസമാണോ അതിൻ്റെ അടുത്ത ദിവസമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഭയങ്കര വേദന വന്നു. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വന്നു. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ ഇങ്ങനെ ഇടയ്ക്ക് നടക്കാൻ പറയും. കാരണം മുറിവ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നടക്കാൻ പറയും. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര വേദന വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പണി പാളി എന്തോ പറ്റിയിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അന്നത്തെ ദിവസം 2 ടാബ്ലറ്റ് തന്നത് ഞാൻ കഴിച്ചില്ല. എനിക്ക് തോന്നുന്നത് പെയിൻ കില്ലർ ഇറങ്ങാണ്ടായിരുന്നെന്ന്. ഞാൻ കഴിച്ചില്ല. അതിൻ്റെ വേദനയായിരുന്നു തോന്നുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ ദിവസം ഞാൻ അനുഭവിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 5 ദിവസം കഴിഞ്ഞ് നമ്മളെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്യും.